എവിടെ പോകുന്നു? അവർക്ക് അറിഞ്ഞിട്ടൊരു കാര്യമില്ല. പക്ഷെ നമ്മളെടുത്തൊരു രണ്ട് വർത്താനമൊക്കെ നിന്ന് പറഞ്ഞ് വീട്ടിൽ എല്ലാ പുസ്തകമാണെന്നൊക്കെ ചോദിച്ചാൽ എന്നെ അന്വേഷിച്ചായിട്ട് പറയണമെന്ന് പറഞ്ഞ് നമ്മൾ നടന്നു പോകും. ഇന്ന് നമ്മൾ നടന്നു പോകുമ്പോൾ ഒരാളെതിരെ വന്നിട്ട് എവിടെ പോകുന്നു ചോദിച്ചാൽ എന്താ പറയും? ഇയാൾക്ക് അറിഞ്ഞിട്ടെന്ന് തോന്നുന്നു. ഇതാണ് കാര്യം. ആ രീതിയിലുള്ള ബന്ധങ്ങളെ ഇല്ലാതായി. വല്ലപ്പോഴും ആയിരിക്കും ഏതെങ്കിലും കല്യാണത്തിനോ എങ്ങാണമായിരിക്കും ഇതിൽ കുറച്ച് ആളുകൾ തമ്മിൽ കാണുന്നത്. അപ്പൊ നമ്മൾ ഒന്ന് കണ്ടു, ഒന്ന് ചിരിച്ചു, ഒന്ന് സംസാരിച്ചു, പോയി. ചിലരാണെങ്കിൽ ചിരിക്കത്തില്ല, ചിരിക്കാൻ ഒക്കത്തില്ല. കാരണം വലിയ പണക്കാരെന്ന് പറയുന്ന ചിലരുണ്ട്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു സംഭാഷണം വായിക്കാനാണ് വലിയൊരു പണക്കാരൻ, അയാൾ മില്യണറാണ്. അയാൾ ഒരു സാധാരണക്കാരനോട് സംസാരിക്കുകയാണ്. ഇയാൾ ചോദിച്ചു, എനിക്ക് അതായത് ഞാനൊരു മൾട്ടി മില്യണറാണ്. മറ്റേ പറഞ്ഞു ശരി. അയാൾ കേട്ടു. അയാൾക്കത് വലിയ പ്രശ്നമൊന്നുമില്ല. കേട്ടു, എനിക്ക് 5 വീടുകളുണ്ട് ഈ നഗരത്തിൽ. അല്ല, എനിക്ക് 5 കോടി രൂപ അതായത് ഡോളർ ബാങ്ക് ബാലൻസ്. ഓക്കെ, അതും ശരി. പിന്നെ എനിക്ക് കാറുകൾ, മുന്തിയ കാറുകൾ, 6 കാറുകൾ, അതും സമ്മതിച്ചു. അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്തോ ഉണ്ടെന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞു, എനിക്ക് ഒരു മകനേ ഉള്ളൂ. ഐ ഹാവ് എ സൺ ആൻഡ് യുവർ ഓൺലി ഡോട്ടർ ഈസ് ഹിസ് ലവർ. അതായത് നിങ്ങളുടെ ഒരേ ഒരു മകളെന്ന് പറയുന്നത് അവൻ പ്രേമിച്ച് നടക്കുന്ന, അവനെ പ്രേമിക്കുന്ന പെണ്ണാന്ന് പറഞ്ഞു. ഇതാണ് അയാൾക്കുള്ളത്. അയാളുടെ മുതൽ അയാൾ പറഞ്ഞു. എന്നുവെച്ചാൽ ഇവന്റെ മുതൽ മുഴുവൻ ഒറ്റ മോഡല്ലേ ഉള്ളൂ, ഇനി പോരും. അതാണ് അയാൾ പറഞ്ഞത്. അയാൾക്കുള്ളത് അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പണത്തിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതിൽ ഒരർത്ഥമില്ല കേട്ടോ. ഈ പണം വാരി കൂട്ടിയിട്ടും ഒരു കാര്യമില്ല. പലപ്പോഴും ആളുകൾ ഇതിങ്ങനെ അങ്ങ് നടക്കും. പണം 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 എന്ന് പറഞ്ഞ് നടക്കുകയാണ്. വേണം, ആവശ്യത്തിന് വേണം. ഈ പണം ഒരാൾക്ക് മാത്രം ഒതുങ്ങുന്നതല്ല, അത് ബാക്കിയുള്ളവർക്ക് കുറച്ച് വീതം അതിനകത്ത് പടച്ചോ തരുമ്പോൾ അതിൽ നിന്നൊരു വീതം കൊടുക്കണം കേട്ടോ. സക്കാത്ത് മാത്രമല്ല നമ്മൾ കൊടുക്കേണ്ടത്, അല്ലാതെ സഹായിക്കാം. ഒരു കുഴപ്പമില്ല, സഹായിക്കുന്നുണ്ട്, നല്ലതേ ഉള്ളൂ കേട്ടോ. ഒരു മനുഷ്യൻ, അതായത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കൊടുക്കുന്നതിനകത്തേക്കാണ് നമ്മൾ എന്തെങ്കിലും കാണിക്കാമോ? മതി എന്ന് പറയുന്ന ഏത് കാര്യമാണ്? ഒറ്റ കാര്യം, ആഹാരം. ബാക്കി എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഇനി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നേരം പറയും. പക്ഷേ ആഹാരം കൊടുത്തു കഴിഞ്ഞാലോ മതി എന്ന് പറയും. മതി, പിന്നെ കഴിക്കാൻ പറ്റില്ല, പിന്നെ ഓർക്കാനും വരും കഴിച്ചാൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആഹാരം കൊടുക്കാൻ പഠിക്കണം. നമ്മൾ ആളുകളെ സഹായിക്കാൻ പഠിക്കണം. ബുദ്ധിമുട്ടുന്നവരെ നമ്മളെ സഹായിക്കണം. സഹായം പല വിധത്തിലും ഉണ്ട് കേട്ടോ. ഒരു വലിയ സഹായം ഈ അടുത്ത സമയത്ത് അതൊരു നടന്ന സംഭവമാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് കഥയായിരിക്കുന്നത് വായിക്കാനിടയായി. ഞാൻ ചിരിച്ചു എന്ത്. അത് കാരണം അത് ഡൽഹിയിലാണ് നടന്ന സംഭവമാണ്. ഒരാളെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. അയാൾ ബാങ്ക് എംപ്ലോയി ആയിരുന്നു. ആ ബാങ്ക് എംപ്ലോയി ആയിരുന്ന സമയത്ത് നല്ല വരുമാനമൊക്കെ ഉണ്ടായിരുന്നു. അയാൾ അതിൻ്റെ ഇന്റീരിയറൊക്കെ ആ വീടിൻ്റെ നല്ലതായിട്ട് ചെയ്തു. നല്ല തേക്ക് കൊണ്ടുള്ള കഥകളെല്ലാം അതിനകത്ത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് 2 മക്കളാണ്. മക്കളെയൊക്കെ ഇവരെ വേണ്ട, അവരെ അമേരിക്കയിലാണ്. അവസാനം ഈ വല്യപ്പനും വല്യമ്മയും കൂടെ വീട്ടിൽ ഇരിക്കുക. അന്നേരം അവർക്ക് ഒരു തീർത്ഥാടനത്തിന് പോകും. അപ്പോൾ റെയിൽവേയുടെ ഒരു പ്രോഗ്രാം ഒരു മാസത്തോളം ഉള്ള ഒരു കോച്ചിനകത്ത് കയറി ആളുകളെല്ലാം കൂടെ യാത്ര ചെയ്യാറുള്ള ഒരു ട്രെയിനിൽ. അങ്ങനെ അയാളത് ബുക്ക് ചെയ്തു. അയാൾക്ക് പോകണം. പോകുമ്പോൾ ഇയാൾക്ക് മനപ്രയാസമായി. ഈ വീട് വിട്ടിട്ട് പോകണം കേട്ടോ. ഈ വീട്ടിലൊന്നും ഇല്ലെന്ന് ഉള്ളത് അയാൾക്കറിയാം. അയാൾ റിട്ടയർ ചെയ്ത് പോയി. പെൻഷൻ, തുച്ഛമായ പെൻഷനേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാമോ, ഇത് വല്ല കള്ളം കയറിയാലോ വീട്ടിനകത്ത് എന്ന് ആലോചിക്കുകയാണ്. അപ്പൊ ഇയാൾ തീരുമാനിച്ചു, അലമാരയുടെ കഥകളെല്ലാം തുറന്നിട്ടു, വീടിനകത്തെ കഥകളെല്ലാം തുറന്നിട്ടു, എന്നിട്ട് പുറത്തെ കഥകൾ മാത്രം കൂട്ടി. എന്നിട്ട് ഇയാൾ ഒരു 1000 രൂപ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഒരു എഴുത്തെഴുതി കേട്ടോ. പ്രിയപ്പെട്ട മോശാലി കേട്ടോ, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീട്ടിൽ കയറിയതെന്ന് എനിക്കറിയാം. ഈ വീട് നശിപ്പിക്കരുത്. ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്. എൻ്റെ കയ്യിലിപ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റിയതായിട്ട് 1000 രൂപയുള്ളത് ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്നു. അത് നിങ്ങൾക്ക് എടുക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടാകും കേട്ടോ. ഞാൻ കഴിച്ചിട്ട് ബാക്കി വെച്ച ഒരു കേക്കിൻ്റെ ഒരു കഷ്ണം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് കഴിച്ചിട്ട് വിശപ്പടക്കാം. പിന്നെ നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കി 1 കുപ്പി വൈൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് കുടിച്ച് ദാഹം അടക്കാം കേട്ടോ. ഇനി നിങ്ങളോടുള്ള കാര്യം പറയാനുള്ളത്, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ എതിർവശത്തെ വലിയ മണിമാളിയ വലിയ ഫ്ലാറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ 8ാം നിലയിൽ താമസിക്കുന്നത് ഒരു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്നവൻ മന്ത്രിയായി മാറിയ ഒരുത്തനാണ്. അയാളിപ്പോൾ മന്ത്രി അല്ലെങ്കിൽ പോലും ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കൈക്കൂലി വാങ്ങിച്ച പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ മിക്കവാറും വെളിയിലായിരിക്കും. അയാളുടെ പണത്തിന് കണക്കൊന്നുമില്ല.
അതിന്റെ താഴത്തെ നിലയിൽ താമസിക്കുന്ന ഒരു ഇൻകം ടാക്സ് ഓഫീസറാണ്. അയാൾ റിട്ടയർ ചെയ്തു, ഒരുപാട് കൈക്കൂലി വാങ്ങിച്ച് പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കണക്കൊന്നുമില്ല. അവരൊക്കെ ലോകം ചുറ്റാനുമൊക്കെ നടക്കുകയാണ്. അതിന്റെ താഴെയുള്ളത് എന്ന് പറഞ്ഞ് ഇയാള് അങ്ങനെ 4 പേരുടെ ലിസ്റ്റ് എഴുതി വെച്ചു. എന്നിട്ട് പറഞ്ഞു അവരുടെ പണത്തിന് കണക്കില്ലാത്തതുകൊണ്ട് ആ പണം നഷ്ടപ്പെട്ടാലും അതവർ ചോദിക്കാൻ വരികയല്ല എന്ന് എഴുതി വെച്ചു. ഇത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ചു വരുന്നവർ, ഇയാൾ ഭാര്യ കൂടെ വന്നു. അത് നോക്കിയപ്പോൾ ആ ടേബിളിന്റെ പുറത്ത് 1 ലക്ഷം രൂപ വെച്ചത്. എന്നിട്ട് ഒരു എഴുത്ത്: പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ തന്ന വിവരത്തിന് വളരെ നന്ദി. നല്ല ഒരു വിളവെടുപ്പായിരുന്നു. വെരി ഗുഡ് ഹാർവസ്റ്റിംഗ് എന്നാണ്. നല്ലൊരു വിളവെടുപ്പായിരുന്നു കിട്ടിയത് നടന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്കായിട്ട് ഞാൻ വെക്കുകയാണ്. ഇനിയും മേൽ ഇതുപോലുള്ള സഹായങ്ങൾ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സഹായമാണ്, ഈ സൈസ് സഹായമല്ല നമുക്ക് വേണ്ടത് കേട്ടോ. നമുക്ക് വേണ്ടത് നമ്മളൊരാളെ സഹായിക്കുക എന്ന് പറഞ്ഞ ഒരുപാട് കാര്യത്തിൽ പണമില്ലാതെ നമുക്ക് സഹായിക്കാം. ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, അല്ല പറ എന്ന് നിർബന്ധമായിട്ട് നമ്മൾ പറയണം. പറഞ്ഞു പറയുമ്പോൾ തന്നെ അത് മാറും. നമുക്കൊന്ന് കേൾക്കണം. ഒരാളെ ബുദ്ധിമുട്ട് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പോലും പല ആത്മഹത്യകളും നമുക്ക് ഒഴിവാക്കാം അയാളൊന്ന് പറയുമ്പോൾ. കാരണം നമുക്ക് അയാളെ സമാധാനിപ്പിക്കാൻ പറ്റും, നമുക്കതിന് മാർഗം കണ്ടുപിടിക്കാൻ പറ്റും. കൂട്ടായ ഒരു ആലോചനയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. അയാളെ സഹായിക്കാനാണെങ്കിൽ സാമ്പത്തികമായിട്ട് ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ആരെടുത്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് സഹായങ്ങൾ ഒരാളെ ചെയ്യാം. പക്ഷേ ഇന്ന് ആരും മെനക്കെടുത്തില്ല. അതാണ് പ്രശ്നം. ആദ്യം നമ്മുടെ വീട്ടിലെ ബന്ധങ്ങളൊന്ന് ശരിയാക്കുക. വീട്ടിലെ ബന്ധങ്ങൾ ശരിയാക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, വളരെ കഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഒരു അമ്മയും ഒരു മരുമോളും എടുത്തിട്ട് ചവിട്ടി റെഡിയാക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. പലപ്പോഴും പലത് കണ്ടു കാണും. എന്ത് കഷ്ടമാണ്. ഇതൊന്നുമില്ലാതെ തേവരയിലെ ഒരു ഓൾഡേജ് ഹോം ഉണ്ട് സർക്കാരിന്റെ. അതിപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ജില്ലായിട്ട് ഇരുന്നപ്പോൾ ഞാൻ അവിടെ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. അപ്പൊ അവിടെ 11 മക്കളെ പ്രസവിച്ചിട്ടാണ്. 11 മക്കളെ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ആ 11 മക്കളുള്ള അമ്മയാണ് ഈ അനാഥാലയത്തിൽ വൃദ്ധസ്ഥാനത്തിൽ കിടക്കുന്നത്. അപ്പൊ ഞാൻ അവരുടെ ചോദിച്ചു, മക്കൾ ആരെങ്കിലുമൊക്കെ വരുമെന്ന് ചോദിച്ചു. കാരണം ഇവരുടെ കണ്ണീർ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക, കണ്ണീർ നിന്ന് രക്തമാണ് വരുന്നത്. അവർ പറഞ്ഞ എന്താ അറിയാം സാറേ, അവർക്ക് ആക്ഷേപം. അവന്റെ അമ്മ ഇവിടെ താമസിക്കുന്ന ഒരു ആക്ഷേപമാണ്, പക്ഷെ അവന്റെ കൂടെ താമസിപ്പിക്കത്തില്ല. ഈ കാഴ്ചപ്പാടുണ്ട്. ഇതാണ് നമ്മുടെ കുടുംബങ്ങൾ പലതും നമ്മൾ കാണുന്നത് കേട്ടോ. ആ കുടുംബങ്ങൾക്ക് ഒന്ന് ശരിയാക്കി കൊണ്ടുപോകുക എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നതാണ്. പടച്ചോൻ സഹായിച്ച് നമ്മുടെ ഇടയിൽ കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷേ അത് പോരാ. കൂടുതലും ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ പഠിക്കണം എപ്പോഴും. അതാ വേണ്ടത്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ പെരുമാറ്റവും നമ്മുടെ നടപ്പുമൊക്കെ. ഞാൻ പറഞ്ഞതുപോലെ ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്. നമുക്ക് എപ്പോഴാണെന്ന് അറിയത്തില്ല. പടച്ചോൻ തിരിച്ചു വിളിക്കുന്നത് നമ്മൾ പോയേ പറ്റുള്ളൂ. നമ്മൾ ഒരു പ്രതിജ്ഞ തന്നെ എടുക്കണം. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരുത്തരും പൈസ വാങ്ങിക്കത്തില്ല പെണ്ണ് കെട്ടാൻ. പെണ്ണിന് അങ്ങോട്ട് പൈസ കൊടുത്ത് കല്യാണം കഴിക്കേണ്ടതാണ് കേട്ടോ. അവൻ മഹർ വലിയ തുക കൊടുക്കേണ്ടതാണ്. ഇപ്പൊ അറേബ്യയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. പെമ്മക്കൾ എത്രയും കൂടുതലുണ്ടെങ്കിൽ അയാൾ വലിയ പണക്കാരനായിരിക്കും. ലക്ഷദ്വീപിൽ പോലും, നമ്മുടെ അടുത്തുള്ള സ്ഥലമാണല്ലോ ലക്ഷദ്വീപ്, അവിടെ പോലും വലിയ പണക്കാരനായിരിക്കും പെമ്മക്കളുണ്ടെങ്കിൽ. കാരണം ഒരുപാട് പണം കിട്ടും കേട്ടോ ഈ കൊച്ചിനെ കെട്ടിക്കൊണ്ട് പോകാൻ. അപ്പോ ഇതിന് പകരം എന്താണെന്നറിയോ, പെണ്ണിന്റെ ഇന്ന് പൈസ വാങ്ങിക്കുന്ന സിസ്റ്റമാണ് നമ്മുടെ ഇടയിൽ പലരും ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം. എന്താണ് ഈ ആളിന്റെ മഹത്വം? ഒന്നുമില്ല. റസൂലിന്റെ അടുത്ത് പോയി പറഞ്ഞു. ഒരാൾ ചോദിച്ചു, റസൂലെ എനിക്ക് പണമൊന്നുമില്ല, പക്ഷെ എനിക്ക് പെണ്ണ് കെട്ടണം, ഞാൻ എന്തോ വേണമെന്ന് ചോദിച്ചു. നിനക്ക് നിന്റെ വികാരം അടക്കാൻ നീ നോമ്പ് പിടിച്ചോളാൻ പറഞ്ഞു. എന്റെ ഈ പണമില്ല. അതാണ് പണമില്ലാത്തവൻ പെണ്ണ് കെട്ടണ്ട. പെണ്ണിനെ പോറ്റാൻ കഴിവുള്ളവൻ പെണ്ണ് കെട്ടിയാൽ മതി. പെണ്ണിന് ചെലവിന് കൊടുക്കണം, അതിനെ കൊണ്ടു നടക്കണം, അന്തസ്സായിട്ട് കൊണ്ടു നടക്കണം, അതിന് കൊടുക്കണം, മഹർ കൊടുക്കണം. അത് കൊടുക്കാത്തവൻ പെണ്ണ് കെട്ടണ്ട എന്നുള്ള സിസ്റ്റം ഫോളോ ചെയ്യുന്ന നമ്മൾ എന്താ ചെയ്യുന്നത്? മറിച്ച് ഇപ്പൊ കണ്ടില്ലേ ഒരു ഡോക്ടർ പെൺകൊച്ച്, അത് ആത്മഹത്യ ചെയ്തതിനോട് എനിക്കൊരു യോജിപ്പില്ല. കാരണം ആ പെൺകുട്ടി, ആ മോള് എന്തിനാ എന്റെ ജീവിതം നശിപ്പിച്ചു എന്നത് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇവന് വേണ്ടി, ഇതുപോലൊരു വൃത്തിയോട്ടവന് വേണ്ടി എന്തിനതിന്റെ ജീവിതം അത് കളഞ്ഞു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പക്ഷേ സംഭവം അവിടെ എന്താണെന്നറിയാം, പറഞ്ഞു നിൽക്കുന്നത് അതിൽ എനിക്കുതറായിരുന്നു. ആ പെണ്ണിന് സഹിക്കാൻ പറ്റിയില്ല. അതാക്കാൻ ഇവൻ പൊടി തട്ടിപ്പോയപ്പോ ആ പെണ്ണിന് സഹിക്കാൻ പറ്റിയില്ല. അതായിരിക്കും കാരണം. പറഞ്ഞു കേൾക്കുന്ന എനിക്ക് നേരിട്ടറിയില്ല. ഏതായാലും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലെങ്കിലും നമ്മളൊരു തീരുമാനം എടുക്കണം. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരും ഒരുത്തനും പൈസ വാങ്ങരുത്. അതിന്
പണ്ടൊക്കെ ജമാഅത്തുകാർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു, കണക്കെങ്കിലും കിട്ടുമായിരുന്നു. കാര്യം എന്താ അറിയോ, ഇതിൻ്റെ ഒരു 2.5% പിരിക്കാൻ വേണ്ടി ഇതിനകത്ത് എഴുതി വെക്കും, ഇത്ര രൂപ കേട്ടോ. ആ അതിനൊരു കോമഡി പേരുണ്ട്, പോക്കറ്റ് മണി കേട്ടോ. അതിന് പോക്കറ്റിനകത്ത് കൊടുക്കുന്ന പണമാണ് 1.5 കോടി രൂപ പോക്കറ്റ് മണി എഴുതി വെക്കും. പിന്നെ അത് പ്രശ്നമായി ഡവറി പ്രൊഹിബിഷൻ ആക്ട് വന്നതോടുകൂടി ജമാഅത്തുകൾ ഈ പണി അങ്ങ് നിർത്തി, ഒരു നിശ്ചിത തുക അങ്ങാക്കി കേട്ടോ. ഏതായാലും വായിക്കാം, കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിഞ്ഞാൽ അത് നമ്മൾ ഇതിനൊക്കെ ഉണ്ടല്ലോ, ഇതിനെ ഒന്ന് ചെറുക്കണം. തിന്മകളെ കണ്ടാൽ ചെറുക്കണമെന്ന് നമ്മളുടെ ആര് പറഞ്ഞെന്നാണ്? റസൂല് പഠിപ്പിച്ചതല്ലേ. തിന്മകളെ നിങ്ങൾ ചെറുക്കണം, ശാരീരികമായി ചെറുക്കണം. അതിന് പറ്റുന്നില്ലെങ്കിലോ നിങ്ങൾ അതിനെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ എതിർക്കണം. അതിന് പറ്റുന്നില്ലെങ്കിലോ നിങ്ങളുടെ ചിന്ത കൊണ്ട്, നിങ്ങളുടെ ധാരണ കൊണ്ട് അതുപോലെ എതിർക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ എതിർക്കണം, ഈ വിപത്തിനെ നമ്മൾ എതിർക്കണം. എത്ര പെൺകുട്ടികളാണെന്ന് അറിയാമോ ഇതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നത്? ഈ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് മോളെ അയച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം അവന് കുറെ കൂടെ വലിയ ഭാഗം കാണുമ്പോൾ അത് വേണമെന്ന് നമ്മൾ തോന്നും, അതിന് പിന്നെയും പണം കൊടുക്കണം. ആ രീതിയിൽ ഈ പെൺപിള്ളേരെ ഒരുപാട് ഉപദ്രവിക്കും, വലിയ ബുദ്ധിമുട്ടാണ് പലരും. അതുകൊണ്ട് എന്താണെന്നറിയോ, ഈ കല്യാണത്തിന് കാശ് ചോദിച്ചുകൊണ്ട് വരുന്നവരെ അതിനെ മുട്ടുകാരഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്താണ് പറഞ്ഞേക്കണം. അത് ആദ്യം ചെയ്യണം. അത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുന്നതിൽ എന്താ അർത്ഥം? ഇത് ഇങ്ങനെയൊക്കെ നിന്ന് പറയണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബലം വേണം. ആ ബലം എന്ന് പറയുന്നതാണ് ഈ കുടുംബം. അതാണ് ഈ കുടുംബയോഗം. ഇതിൽ അംഗങ്ങളെല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. നിങ്ങളെല്ലാം ചേർന്നാലേ എന്താ നടക്കാതെ? എന്ത് നടക്കുന്നില്ല? നടക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് നടക്കും? അതുകൊണ്ട് ഈ ബലം നമുക്ക് മുമ്പോട്ട്, ഈ ബലത്തോടു കൂടി നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബന്ധങ്ങൾ ആദ്യം ഊട്ടിയുറപ്പിക്കണം. നൂതനമായ ആശയങ്ങൾ ഉടലെടുക്കണമെങ്കിൽ സമ്പർക്കം വേണം, അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പലരും കണ്ടാൽ മിണ്ടത്തില്ല, അതിലിരിക്കരുത്. നമുക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ക്ഷമയല്ലേ. ഒരാൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞെന്ന് മനസ്സിലാക്കിയാൽ എന്താണെന്നറിയാം, അവന് വെറുക്കല്ല വേണ്ടേ, അവനോടങ്ങ് ക്ഷമിച്ചേക്കണം. ഡേയ് നീ ഇങ്ങനെ പറഞ്ഞ് നീ അറിഞ്ഞേക്കണം, അത് മോശമായിട്ട് സാരമില്ല, ഞാൻ കൊടുത്തില്ല. ഇതൊന്നും പറയുന്നതിന് എന്താ കുഴപ്പം? അതോടുകൂടി അവിടെ നഷ്ടം വരുന്ന ആർക്കാണ്? ഈ കേൾക്കുന്നവരാണ്. ആ ഒരു ധാരണ നമുക്ക് വേണം. നമ്മളല്ലാതെ മനസ്സിൽ ഈ വൈരാഗ്യം വിട്ടുകൊണ്ടിരുന്ന് പെരുപ്പിച്ച് കൊണ്ടുപോകരുത്. പരസ്പരം കാണുമ്പോൾ ഒന്ന് ചിരിക്കണം. ഒരു കുഴപ്പം, ഒരു നഷ്ടവും വരുത്തില്ല ചിരിക്കുന്നതിന്. വേറെ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. ഒന്ന് ചിരിക്കുക. ഒന്ന് ചിരിക്കുന്നതിന് എന്താ തയ്യാറാണ്? ഒന്നുമില്ല. പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കണം. ചിരിക്കാനാണെങ്കിൽ നമ്മുടെ മുഖത്തെ 16 പേശികൾ വർക്ക് ചെയ്താൽ മതി. നേരെ മറിച്ച് കൃത്രിമ ഗൗരവം കഴിച്ച് ഏറെ കുറിച്ച് നടക്കണമെങ്കിലോ 64 പേശികൾ വർക്ക് ചെയ്യണം. നമ്മുടെ ആരോഗ്യം എന്തിനാണ് നമ്മൾ പ്രതികളെ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പോലെ ഞാൻ പറഞ്ഞതുപോലെ, അതായത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏതാനും വാക്യങ്ങൾ ഓഷോ കടമെടുത്ത് അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓഷോ എനിക്ക് വലിയ താല്പര്യമുള്ളതുകൊണ്ടല്ല, പക്ഷേ ഈ വാചകങ്ങൾ ഒരുപാട് എന്നെ സ്വാധീനിച്ചതാണ്. അതിനകത്ത് ഇത്രയേ ഉള്ളൂ: ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ പൂക്കളുമായി എന്നെ കുഴിമാടം തേടിയെത്തും. ഞാനത് കാണുന്നത് പോലുമില്ല. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ എന്തേ ഈ പൂക്കൾ എനിക്ക് തന്നില്ല. അതാണ് മനുഷ്യരൊക്കെ പറയുന്നതാണ്. ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ പറയും അയാൾ നല്ലവനായിരുന്നല്ലോ എന്ന്. ഞാനത് അനുഭവിക്കുന്നതേ ഇല്ല. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞില്ല, എന്നെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ പറയും അയാളോടൊപ്പം കൂടുതൽ നാൾ കഴിയാമായിരുന്നല്ലോ എന്ന്. ഞാനത് അറിയുന്നതേ ഇല്ല. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എന്നോടൊപ്പം കൂടുതൽ നാൾ കഴിഞ്ഞില്ല. ഇത് നമ്മൾ ചിന്തിക്കണം. നമുക്ക് നാളെ നമ്മുടെ കയ്യിലല്ല, അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ല. ഇപ്പോൾ നമ്മൾ ഈ ലോകം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കണം. ഇവിടെ ഒരുപാട് അംഗീകാരമൊക്കെ ആളുകൾ കൊടുക്കുമല്ലോ, അത് കൊടുക്കണം. കാരണം ഒരാളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം, ഇഷ്ടപ്പെടാൻ പഠിക്കണം. വെറുക്കാനല്ല, ഇഷ്ടപ്പെടാൻ. നമ്മളെ വെറുക്കുന്നവരുണ്ടല്ലോ, അത് അവൻ്റെ കാര്യമാണ്, നമ്മുടെ കാര്യമല്ല. നമ്മുടെ മനസ്സിലെ വെറുപ്പ് പാടില്ല. ഞാൻ നിങ്ങളുടെ എനിക്ക് വെറുപ്പാകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട എന്താണ്? ആണെന്നല്ലേ. പക്ഷേ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, എനിക്ക് വെറുപ്പില്ല. തീർന്നു അവിടെ. ഈ തോറ്റുപോകുന്ന ആരാണ് അവിടെ? ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നമ്മളെപ്പോഴും എപ്പോഴും ഈ രീതിയിൽ ചിന്തിക്കാൻ പഠിക്കണം. ഞാൻ ഒരുപാട് സമയം നിങ്ങളെ എടുത്തു, ഇനി കൂടുതൽ എടുക്കുന്നില്ല. പറയാനാണെങ്കിൽ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് 2 പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാനിതിവിടെ നിർത്തുകയാണ്. ഏതായാലും നിങ്ങളെല്ലാം കാണാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ബന്ധമുണ്ടല്ലോ, ഇത് നിങ്ങൾ ഈ പരസ്പരം കാണുമ്പോൾ സംസാരിക്കുന്ന ഈ ബന്ധമുണ്ടല്ലോ, ഒരിക്കലും നമുക്ക് വേറെ കിട്ടത്തില്ല. ഇതിൻ്റെ പകരമായിട്ടൊന്നും
സംസാരിക്കണം. ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരും കാണും ഈ കുടുംബത്തിൽ തന്നെ. അവര് എല്ലാവരും കൂടെ കുറെ പേരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട്, ചെറുപ്പക്കാരെ കൂടുതൽ പ്രത്യേകിച്ച് ചിന്തിച്ചിട്ട് അവരെങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. അത് നോക്കണം, അത് ചെയ്യണം, നമ്മൾ നോക്കണം. ഞങ്ങളുടെ കുടുംബയോഗത്തിന് പണ്ട് നോക്കിയപ്പോ അതിപ്പോ അത് നടക്കുന്നൊന്നുമില്ല. അന്ന് നോക്കിയപ്പോ അതിൽ പാവപ്പെട്ട 2 പേരുണ്ട്, അവർക്ക് വീടില്ല സ്വന്തമായിട്ട്. അപ്പൊ അവർക്ക് 2 പേർക്ക് വീടുണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത് ഇന്ന് ഒരുപാട് ടാക്സ് ചെയ്തെങ്കിൽ പോലും 2 പേർക്കും ഇപ്പൊ വീടുണ്ട്, കുഴപ്പമില്ലാത്ത കഴിയുന്നു എന്ന് പറഞ്ഞ പോലെ ആ കുടുംബയോഗം ഉണ്ടായിപ്പോയത് കൊണ്ട് മാത്രമാണ് അത് നടന്നത്. ഇല്ലേ, നടക്കത്തില്ല. ഇല്ലെങ്കിൽ അയാൾ എന്നും അതുപോലെ നടക്കും. അപ്പം നമുക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ആളുകൾ കാണണം ഇതിനകത്ത്. ചിലർ അവർ വളരെ ശരിയായ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് സഹായിക്കണം. നമുക്ക് കഴിയുന്ന സഹായം ചെയ്താൽ മതി. അത് എല്ലാവരും കൂടെ ഒക്കെ ഒന്ന് ആലോചിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്ന് ചിന്തിക്കണം. പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു നേരത്തെ ആഹാരം എല്ലാവരും ഒന്നിച്ചിരുന്നൊന്ന് കഴിച്ചാൽ മതി. അതൊന്നും അല്ല, വളരെ വലുതാണ്. അങ്ങനെ ആയിരിക്കട്ടെ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ നന്നായിട്ട് അങ്ങോട്ട് പോട്ടെ. ഈ കുടുംബയോഗം, ഇതേപോലുള്ള യോഗങ്ങൾ എല്ലാ വർഷവും നടക്കണം. അത് തുടർന്ന് അങ്ങോട്ട് പോകണം. ചിലപ്പോൾ അതിന് കുറെ പണച്ചെലവൊക്കെ കാണും കേട്ടോ. അതൊന്നും സാരമില്ല. ഞാൻ പറഞ്ഞ ഈ പണം എന്തിനാണ് ചെലവാക്കാനുള്ള? ഞാൻ എന്നെ ജോലി ചെലവാക്കാൻ എങ്ങനെയാണെന്നറിയാം. ഞാൻ രാജ്യങ്ങളിൽ കാണാൻ പോകണം. 65 രാജ്യങ്ങൾ കണ്ടു. എനിക്കിനി ഒരുപാട് പോകണം, യാത്ര ചെയ്യാൻ. ഓരോ യാത്രയിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ആ പഠിക്കുന്നതുകൊണ്ടല്ലോ ഇതേപോലെ വെളിയിലേക്ക് വരും. അപ്പം ബാക്കിയുള്ള അനുഭവങ്ങൾ ഇനി ഒരവസരത്ത് നിങ്ങളുടെ ഇൻഷാല്ലാ വിചാരിക്കുകയാണെങ്കിൽ അടുത്ത കുടുംബയോഗത്തിന് വന്നിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാം. നിങ്ങൾക്ക് എല്ലാവരുടെ ആശംസകളും ഞാൻ നേരിലാണ്. ഈ കുടുംബയോഗം